രണ്ട് വാക്കുകൾ പറയാം. ഒന്ന് റെൻ്റ്, മറ്റൊന്ന് ലീസ്. ഈ രണ്ട് പദങ്ങൾ നമ്മൾ സാധാരണ കേട്ടിട്ടുള്ളതാണ്, പലപ്പോഴും ഉപയോഗിച്ചിട്ടുള്ളതുമാണ്. റെൻറ്റിനെടുക്കുക എന്നും ലീസിനെടുക്കുക എന്നും. വീടൊക്കെ നമ്മൾ വാടകയ്ക്ക് എടുക്കുന്നതിനാണ് റെൻറ്റിനെടുക്കുക എന്ന് പറയുക, വീട്, ഷോപ്പൊക്കെ. ഈ സ്ഥലം പോലുള്ള സംഗതികളൊക്കെ പാട്ടത്തിനെടുക്കുന്നതിനാണ് ലീസ് എന്ന് പറയുക. ഇത് തമ്മിലുള്ള വ്യത്യാസം വലിയ കാര്യമായിട്ടൊന്നുമില്ല. ഈ വാക്കുകളുടെ വ്യത്യാസം ഇത്രയേ ഉള്ളൂ. റെൻ്റ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുക അത് താരതമ്യേന ചെറിയൊരു പീരിയഡിലേക്ക്, ഒരു സമയത്തേക്ക് ചെയ്യുന്നതാണ്. റെൻ്റ് ഇപ്പോൾ വീടും ഷോപ്പും ഒക്കെ നമ്മൾ വാടകയ്ക്ക് എടുക്കുകയാണെങ്കിൽ അത് താരതമ്യേന 1 വർഷമോ അല്ലെങ്കിൽ 2 വർഷമോ മാക്സിമം 3 വർഷമൊക്കെ നീണ്ടു നിൽക്കുന്ന ഒരു വാടക കരാറായിരിക്കും. അത് വളരെ ഫ്ലെക്സിബിളായിരിക്കും. 1 മാസത്തെ നോട്ടീസ് കൊടുത്താൽ അത് ഒഴിവാക്കാം എന്നൊക്കെ പറയുന്ന വളരെ എളുപ്പത്തിൽ ചെയ്യാവുന്ന, വലിയ ബുദ്ധിമുട്ടില്ലാത്ത ഒരു കരാർ തന്നെയാണ് വാടക അഥവാ റെൻ്റ് എന്ന് പറയുക. കുറച്ചുകൂടി കൂടുതൽ കാലത്തേക്ക് വേണ്ടി ചെയ്യുന്ന സംഗതിയാണ് ലീസ്. പലപ്പോഴും ഗവൺമെൻറ്റിൻ്റെ ലാൻഡ് ബിസിനസ്സിനൊക്കെ വേണ്ടി, ഫാക്ടറി പണിയാനൊക്കെ വേണ്ടി ആളുകൾ എടുക്കാറുണ്ട്. അത് ലീസിനെടുക്കുക എന്നാണ് പറയുക. അതൊരു പക്ഷേ 30 വർഷത്തേക്ക്, 60 വർഷത്തേക്ക്, ചിലപ്പോൾ 100 വർഷത്തേക്ക്, 90 വർഷത്തേക്കൊക്കെയാണ് ലീസ് പീരീഡ് ഉണ്ടാവുക. സോ ബേസിക്കലി വ്യത്യാസം ഇത്ര മാത്രമേ ഉള്ളൂ. മറ്റൊരു വസ്തു നമ്മൾ ഉപയോഗിക്കുന്നതിന് വേണ്ടി വാടകയ്ക്ക് എടുക്കുന്നതെന്നേ ഉള്ളൂ. അത് വളരെ ഫ്ലെക്സിബിളായിട്ട് കുറഞ്ഞ കാലത്തേക്ക് ചെയ്യുകയാണെങ്കിൽ റെൻ്റ് എന്നും, കൂടുതൽ കാലത്തേക്ക് നീണ്ടു നിൽക്കുന്ന ഒരു അഗ്രിമെൻറ്റിന് നമ്മൾ എൻട്രി ചെയ്യുകയാണെങ്കിൽ അതിന് ലീസ് എന്നുമാണ് പറയുക. ഈ വ്യത്യാസം അറിഞ്ഞിരുന്നാൽ നന്നായിരുന്നു. ഇംഗ്ലീഷ് ഭാഷ ഇങ്ങനെയാണ്. പല പല വാക്കുകൾ നമുക്ക് ഒന്നെന്ന് തോന്നും. ഇതിൻ്റെ അർത്ഥം കൃത്യമായി അറിഞ്ഞ് സംസാരിക്കുകയാണെങ്കിൽ നമ്മുടെ ഭാഷ ശുദ്ധമാകും, സംസാരം കൃത്യമാകും. ഇതുപോലുള്ള ധാരാളം വാക്കുകൾ ഇനിയുമുണ്ട്. ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ ദി ഫ്രണ്ട്സ് എന്ന് പറഞ്ഞിട്ട് ഒരു ചാനലുണ്ട്. ഈ ചാനലിൻ്റെ ധാരാളം വാക്കുകളുടെ അർത്ഥവ്യത്യാസങ്ങൾ കൊടുത്തിട്ടുണ്ട്. അതെല്ലാം കാണുവാൻ ശ്രമിക്കുക. വാക്കുകൾ സുഖകരമായി നന്നായി ഉപയോഗിക്കാൻ പഠിക്കുക. ഇതുപോലുള്ള മറ്റു 2 വാക്കുകളുടെ അർത്ഥവുമായിട്ട് ഇനിയും നമുക്ക് കണ്ടുമുട്ടാം. അടുത്ത പ്രാവശ്യം കാണുന്നത് വരെ ബൈ.